ഹലോ ഗൈസ്, അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും അത്തവിടാനൊന്നും പൂവൊന്നും കിട്ടണമെന്നില്ല. പൂവിനൊക്കെ നല്ല തീ പിടിച്ച വിലയായിരിക്കും. അപ്പോൾ നമുക്ക് പൂ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് അത്തത്തിന് വേണ്ടി ഒരു സംഭവം ചെയ്തെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനലാരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അത്തത്തിന് വേണ്ടിയിട്ടുള്ള പൂ റെഡിയാക്കാൻ പോകുന്നത് ഈ ഐറ്റം കൊണ്ടാണ് കേട്ടോ. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുകയും നമ്മൾ അരക്കപ്പൊടിയിൽ മരമൊക്കെ മുറിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ മരം മുറിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് അത്ത വിട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് കണ്ടപ്പോഴത്തേക്കും അതൊന്ന് ചെയ്യാം, നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് ഓർത്തിട്ട് അത് എടുത്തുകൊണ്ട് വന്നത്. നമ്മൾ ആദ്യത്തെ കളറായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് അവിടെ മഞ്ഞപ്പൊടി ചേർത്തിട്ട് ഒരു കളർ ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അതൊരു ജമന്തിയുടെയൊക്കെ മഞ്ഞ ജമന്തിയുടെയൊക്കെ പോലത്തെ കളറാക്കി എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു ഭാഗം ഒരു ന്യൂസ് പേപ്പറിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആകുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെച്ച് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം നമുക്ക് ആദ്യം മഞ്ഞ കളറിനുമായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ രുദ്രൻകുട്ടനെ കൂടെ എനിക്കത് മിക്സ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കളറ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബന്ദിപ്പൂവിൻ്റെയൊക്കെ കളറിൽ, ഒരു മഞ്ഞ ബന്ദിപ്പൂവിൻ്റെ കളറിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കളറായിട്ട് വാടാമുല്ലയോ അല്ലെങ്കിൽ നമ്മൾ വയലറ്റ് കളറിലെ ജമന്തിക്കൊക്കെ പകരമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന കളർ മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയിലൊക്കെ മുക്കുന്ന ഉജാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം 2-3 കളർ ഞാൻ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്ത കളറ് വയലറ്റിന് വേണ്ടിയിട്ട് ഉജാല മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് എല്ലാ കളറും ഡ്രൈ ആക്കി എടുക്കണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ മെനക്കേട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒറ്റ തവണ യൂസിന് വേണ്ടിയിട്ടല്ല, നമുക്കിത് അത്തത്തിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് വർഷത്തെ യൂസിന് വേണ്ടി ഉപയോഗിക്കാം. പല പല കവറിലാക്കി, പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമ്മൾ കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ 2 കളർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം യെല്ലോ കളറും വാടാമല കളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനടുത്ത കളറായിട്ട് നമുക്ക് കുറച്ചുകൂടെ പൊടി വേറെ അടുത്ത ന്യൂസ് പേപ്പറിലോട്ട് എടുത്തിടുക. അതിന് ശേഷം ഇനി എൻ്റെ കയ്യിലുള്ള കളറ് 2 ഫാബ്രിക് കളറിൽ 2 കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒന്ന് ഒരു പിങ്ക് കളറും ഉണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഒരു ഗ്രീൻ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിങ്ക് കളറ് മിക്സ് ചെയ്തെടുത്താൽ നമുക്കൊരു റോസാപ്പൂവിൻ്റെയൊക്കെ ഇതളൊക്കെ പകരം അരളിപ്പൂവൊക്കെ ഇടുന്നതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കളറും കൂടെ നന്നായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതും കൂടെ ചേർത്ത് 3 കളറാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കളറുകളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ പൂവൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നത്തുള്ളൂ അല്ലേ. ഇത് ഈ സംഭവമാണെന്ന് നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല. നമുക്കിത് തവണ യൂസിനല്ല പിന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത കളറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂടെ എടുത്തിട്ട് അടുത്തായിട്ട് എൻ്റെ കയ്യിലുള്ള ഗ്രീൻ കളറാണ്. നമുക്ക് ശതാവരിയുടെയൊക്കെ ഇല ഇടുമല്ലോ ഗ്രീൻ കളറിൽ, അല്ല ചീരയുടെയൊക്കെ ഇലയിലേക്ക് എരിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻ കളർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടുത്ത കളറ് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ എല്ലാം കൂടെ ഒരാളിരുന്ന് കുഞ്ഞിക്കായ കൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്കിത് കഴിഞ്ഞ് അടുത്ത കളറായിട്ട് ഞാൻ ചെയ്യുന്നത് വെള്ള കളറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ അകത്തായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് ഒരു വൈറ്റ് കളറിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വയലറ്റ് കളറ്, പിന്നെ ഗ്രീൻ കളറ്, ഓറഞ്ച് കളറ്,
യെല്ലോ കളറ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് ബന്ധിപ്പൂവിൻ്റെ ഇതള് പോലെ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ തോന്നത്തുള്ളൂ, ഒരു വ്യത്യാസം തോന്നത്തില്ല. അപ്പോൾ വാടാമുല്ലയുടെയൊക്കെ പോലത്തെ കളറിൽ നീല കളറ് എല്ലാം നമുക്കൊരു നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. നമ്മുടെ എല്ലാ ഇതും നമ്മൾ വെയിലത്ത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു വൈറ്റിന് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് അത്ത വിടുമ്പം ഇതെല്ലാം ഉണങ്ങി സെറ്റായി കഴിയുമ്പോൾ ഞാൻ ഓണത്തിന് അത്ത വിടുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.